സംസ്ഥാന സർക്കാരിന്റെ മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള പരിസ്ഥിതി മിത്രം പുരസ്കാര ജേതാവ് മണലിൽ മോഹനനെ എഫാസ് വടകരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള പരിസ്ഥിതി മിത്രം പുരസ്കാര ജേതാവ് മണലിൽ മോഹനനെ വടകര എഫാസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹവും പൊതുവിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം മാലിന്യ പ്രശ്നം തന്നെയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തിരക്കേറിയ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം, അതിൽ നിന്ന് ചിലരെങ്കിലും വേറിട്ട വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നുണ്ട്. അതിലൊരു വ്യക്തി എന്നുള്ള രീതിയിലേക്കാണ് ശ്രീ മണലിനെ കാണുന്നത്. കാരണം മാലിന്യ സംസ്കരണ രംഗത്ത് വടകര നഗരസഭയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്നുകൊണ്ട് 2017 കാലഘട്ടത്തിൽ വടകര നഗരസഭയിൽ ആസൂത്രണം ചെയ്ത ഹരിയാലി ഹരിതകർമ്മ സേനയുടെ കോർഡിനേറ്ററായിട്ടാണ് ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരുന്നത്. അന്ന് വലിയൊരു ദൗത്യം എന്നുള്ള രീതിയിലേക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സഹോദരിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹരിയാലി ഹരിതകർമ്മ സേന എന്ന ഒരു പ്രസ്ഥാനം വടകര നഗരസഭയിൽ ആദ്യമായിട്ട് രൂപീകരിച്ചപ്പോൾ അതിനെല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടാ ഈ തരത്തിലേക്ക് ഹരിതകർമ്മ സേനാംഗങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഹരിത സഹായ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളുടെ ഹരിയാലിയുടെ പ്രവർത്തനം ഹരിത സഹായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മറ്റുള്ള പഞ്ചായത്തുകളിൽ കൂടെ വ്യാപിപ്പിക്കുമ്പോൾ അവർക്കുള്ളൊരു സഹായം എന്നുള്ള രീതിയിലേക്കും ഇദ്ദേഹത്തിൻ്റെ പങ്ക് മറ്റ് പഞ്ചായത്തുകളിലേക്കും എത്തിയിട്ടുണ്ട്. എഫാസ് വടകരയുടെ പുരസ്കാരം KV ശശിധരൻ സമ്മാനിച്ചു. N ചന്ദ്രൻ പൊന്നാട അണിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും അനുമോദനങ്ങൾ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നൽകി. പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം KP ബിന്ദു, PM ലീന, PP ചന്ദ്രശേഖരൻ, KK ബിജുള, TK അഷ്റഫ് എന്നിവർ ചേർന്ന് നൽകി. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കുമുള്ള വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം അഖിൽ രാജിന് നൽകി BP ശൈലജ നിർവഹിച്ചു. സാമൂഹ്യ സേവന രംഗത്തേക്ക് മണലിൽ മോഹനനെ കൈപിടിച്ചുയർത്തിയ VK ബാലൻ, K ശ്രീധരൻ എന്നിവരെ മണലിൽ മോഹനൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ TVA ജലീൽ അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രൊഫസർ K ശ്രീധരൻ, കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി UA ബിനി, വടകര നഗരസഭ മുൻ ചെയർമാൻ K ശ്രീധരൻ, R ബാലറാം, PK കൃഷ്ണദാസ്, വത്സലൻ കുനിയിൽ എന്നിവർ സംസാരിച്ചു. C വത്സകുമാർ സ്വാഗതവും ബാലകൃഷ്ണൻ കാനപ്പള്ളി നന്ദിയും പറഞ്ഞു. ശേഷം വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധുരം മോഹനം പ്രകൃതി ഗീതിക ഗാന സദസ്സും ഉണ്ടായി. അവാർഡ് തുക പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നൽകാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് നൽകുമെന്ന് മറുപടി പ്രസംഗത്തിൽ മണലിൽ മോഹനൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.